എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണ മൈൻഡ് പാത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ വരുന്ന 31-ാം തീയതി വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. ഒരു മാസത്തിൽ രണ്ടാമത്തെ തവണ ഒരു ഫുൾ മൂൺ വരുന്ന ദിവസമാണ്. ഒരു മാസത്തിൽ 2 ഫുൾ മൂൺ വന്നാൽ അതിനെ നമ്മൾ ബ്ലൂ മൂൺ എന്നാണ് വിളിക്കുന്നത്. വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ബ്ലൂ മൂൺ. നമ്മൾ കേട്ടിട്ടുണ്ടാവും വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നൊക്കെ. ഈ ദിവസം സാധാരണ ഉള്ള ഫുൾ മൂണിനേക്കാളും വളരെ പവർഫുള്ളായിട്ടുള്ള എനർജി ആയിരിക്കും നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുക. ഈ രാത്രി നിങ്ങളുടെ തോട്ട്സ്, ഇൻറ്റൻഷൻ, അതുപോലെ എനർജി എന്നിവയെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നൊരു ദിവസമാണ്. നിങ്ങൾ മാനിഫെസ്റ്റേഷനിലൊക്കെ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ ദിവസം ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ദിവസമാണ്. ഫുൾ മൂൺ ഡേ എന്നത് വെറും വിഷസ് ആഗ്രഹിക്കാനും മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ദിവസമല്ല. നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവ് എനർജി, ഫിയർ എന്നിവയെല്ലാം റിലീസ് ചെയ്യാൻ കൂടിയുള്ളൊരു വളരെ പവർഫുള്ളായിട്ടൊരു ദിവസമാണ്. ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എങ്ങനെ ഫാസ്റ്റ് ആക്കാം, എന്തൊക്കെയാണ് ഈ ന്യൂ മൂൺ രാത്രിയിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. പൂർണ്ണമായിട്ട് ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഈ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസം എന്നുള്ളത്. നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തവരാണെങ്കിൽ ഒരു കാരണവശാലും ഈ മാനിഫെസ്റ്റേഷൻ റിച്വൽ ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് ഒരു കാരണവശാലും റിസൾട്ട് കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഈ പ്രാക്ടീസ് ചെയ്യുക എന്നത്. ഈ റിച്വൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു ഗ്ലാസ് വെള്ളം കയ്യിൽ കരുതുക. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സിൽ കരുതുന്നതാണ് ഏറ്റവും ഉത്തമം. അതുകൂടാതെ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് പെന്നും ഒരു ഗ്രീൻ പെന്നും ബുക്ക് അല്ലെങ്കിൽ പേപ്പറും കയ്യിൽ കരുതുക. ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ദിവസം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുക മാത്രമല്ല, നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജീനെ റിലീസ് ചെയ്യുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ജീവിതത്തിലുള്ള നമുക്കുള്ള ഭയങ്ങൾ അല്ലെങ്കിൽ ആങ്സൈറ്റി അതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ഒരു പേപ്പർ അല്ലെങ്കിൽ ബുക്ക് എടുക്കുക. അതിൽ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ പെൻ വെച്ച് നിങ്ങൾക്കുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതുക. ഒരു 5-6 എഴുതാം. ഈ നെഗറ്റീവ് കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റ് മെമ്മറീസ് ആകാം, ഫിയർ ആകാം, ആങ്സൈറ്റി ആകാം, അതുപോലുള്ള നെഗറ്റീവ് ഹാബിറ്റ്സ് ആകാം, എന്തും ആകാം. ഇങ്ങനെ എഴുതിയതിന് ശേഷം നിങ്ങൾ ശാന്തമായ ഒരു സ്ഥലത്തിരുന്ന് ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഒരു 3 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും പൂർണ്ണമായൊരു ശാന്തതയിലേക്ക് എത്തും. അതിനുശേഷം നിങ്ങൾ ഓരോ കാര്യങ്ങളും, നിങ്ങൾ എന്താണോ ആ പേപ്പറിൽ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും മനസ്സിൽ കൊണ്ടുവന്ന് അതിനെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന്, നിങ്ങളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും റിലീസ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ഒരു 5 to 10 മിനിറ്റ്സ് വരെയൊക്കെ എടുക്കാം. കൂടുതൽ നമ്മൾ ടൈം എടുത്ത് നമ്മൾ മാക്സിമം നമ്മുടെ നെഗറ്റീവ് റിമൂവ് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനുശേഷം നിങ്ങൾ ഈ നെഗറ്റീവ് എഴുതിയിട്ടുള്ള ഈ പേപ്പർ നിങ്ങൾക്ക് കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ കീറിക്കളയുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ പറഞ്ഞ റിലീസിങ് പ്രോസസ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാതെ നിങ്ങൾ അടുത്ത മാനിഫെസ്റ്റേഷൻ സ്റ്റേജിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതിൽ കുറച്ച് താമസം ഉണ്ടാവും. ഇനി നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ നിങ്ങൾ നേരത്തെ എടുത്തു വെച്ച പേപ്പറും ഗ്രീൻ മഷി പേനയും ഉപയോഗിച്ചാണ് എഴുതേണ്ടത്. ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുത്തതായിട്ട് വേണം നിങ്ങളുടെ ഈ പേപ്പറിലേക്ക് എഴുതാൻ. ഇവിടെ 2 രീതിയിൽ എഴുതാം. സിമ്പിൾ വേർഡിങ്സ് ഉപയോഗിച്ച് താങ്ക് യു യൂണിവേഴ്സ്, ഞാൻ ആഗ്രഹിച്ച ജോലി ലഭിച്ചതിന് നന്ദി. അതുപോലെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം നേടിയെടുത്തതിന് നന്ദി എന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ യൂണിവേഴ്സിന് ഒരു ലെറ്റർ അയക്കുന്ന രീതിയിൽ, ഒരു കുറച്ചും കൂടി ഇലാബറേറ്റഡ് ആയിട്ട് ഒരു ലെറ്റർ അയക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അത് എഴുതാൻ വേണ്ടി കഴിയും. ഞാൻ പേഴ്സണലി യൂണിവേഴ്സിന് ലെറ്റർ എഴുതുന്ന രീതിയിലാണ് ഫുൾ മൂൺ ഡേയ്ക്കും അതുപോലെ ന്യൂ മൂൺ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ടും ചെയ്യാറ്. നിങ്ങൾക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയുന്നുണ്ടെങ്കിൽ എൻ്റെ തൊട്ട് മുമ്പ് ഞാൻ റിലീസ് ചെയ്തിട്ടുള്ള വീഡിയോ പോയി കണ്ടാൽ മതി. ഞാനതിവിടെ ടാഗ് ചെയ്തേക്കാം. ഇനി ആ പേപ്പർ എടുത്ത് നിങ്ങൾ വായിക്കുക. ഇവിടെ ഒരു 5 മുതൽ 10 മിനിറ്റ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച കാര്യം, അതിനുശേഷം നിങ്ങൾ അനുഭവിക്കുന്ന ഇമോഷൻ നിങ്ങളിവിടെ ഫീൽ ചെയ്യണം. നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്യുക.
നിങ്ങൾ ആ കാര്യം നേടിയെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ അമിതമായൊരു സന്തോഷം ഉണ്ടാവില്ലേ? ആ ഇമോഷൻസ് പൂർണ്ണമായും നിങ്ങളിലേക്ക് എത്തണം. അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ പേപ്പർ ഭദ്രമായിട്ട് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ നിങ്ങൾക്ക് സൂക്ഷിച്ചു വയ്ക്കാം. ഒന്നെങ്കിൽ ഏതെങ്കിലും ബുക്കിലോ അല്ലെങ്കിൽ തലേണയുടെ അടിയിലോ സൂക്ഷിച്ചു വയ്ക്കാം. ഈ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒഴിവാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അൺനെസസറി ഫൈറ്റിംഗ് എന്നുള്ളത്. ഇങ്ങനെ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആളുകളുമായിട്ടോ നമ്മൾ എന്തെങ്കിലും കാരണത്തിൽ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നെഗറ്റീവ് ഇമോഷൻ നമ്മളെ ഓവർ പവർ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നടക്കാതെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ നെഗറ്റീവ് സെൽഫ് ടോക്കിംഗ് ഒഴിവാക്കുക. നമ്മുടെ ജീവിതത്തിനെ നിശ്ചയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സെൽഫ് ടോക്ക് എന്നുള്ളത്. അത് നെഗറ്റീവ് സെൽഫ് ടോക്ക് ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരത്തിനെ തന്നെ ഏറ്റവും തകർക്കുന്ന ഒരു കാര്യമാണ്. ഇനി മൂന്നാമതായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ് ഈ മാനിഫെസ്റ്റേഷൻ ഞാൻ ചെയ്തത് നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ആങ്സൈറ്റി ഇല്ലേ, അത് ഒഴിവാക്കുക എന്നുള്ളത്. ഈ 3 കാര്യം ഒഴിവാക്കി ശാന്തമായി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത കാര്യത്തിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ച് പ്രകൃതിയിലേക്ക് വിട്ടുകൊടുക്കുക. ഇനി ചെയ്യേണ്ടത്, നിങ്ങൾ നേരത്തെ എടുത്തു വെച്ച ഒരു ഗ്ലാസ് വെള്ളമില്ലേ, അത് മൂൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തേക്ക് എടുത്തു വയ്ക്കുക. ആ ഫുൾ മൂണിൻ്റെ പൂർണ്ണമായിട്ടുള്ള എനർജി അതിലേക്ക് എത്തണം. ഈ വെള്ളം പിറ്റേ ദിവസം രാവിലെ എണീറ്റതിന് ശേഷം ആദ്യം ഈ വെള്ളമായിരിക്കണം കുടിക്കേണ്ടത്. അതിലൂടെ ആ ഫുൾ മൂണിൻ്റെ പൂർണ്ണ എനർജി നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും. ഇത്രയും കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ പൂർത്തിയാകുകയാണ്. സാധാരണ ഒരു ദിവസം മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിനേക്കാൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ദിവസമാണ് ഈ ഫുൾ മൂൺ ഡേ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഈ ഫുൾ മൂൺ ഡേ റിച്വൽസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എല്ലാ സ്റ്റെപ്പുകളും ഫോളോ ചെയ്യുക. അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള നല്ല മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസുകളെക്കുറിച്ചുള്ള വീഡിയോയുമായിട്ട് ഞാൻ വരും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മാനിഫെസ്റ്റേഷനെ കുറിച്ചുള്ള ഡൗട്ടുകളോ കാര്യങ്ങളോ, അതുപോലെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയയ്ക്കുക, ഞാൻ റിപ്ലൈ തരാം. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.